സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ ലഹരി ഉപേക്ഷിച്ചവർ ഒരുപാടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ലഹരി വിമുക്തി പ്രവർത്തനങ്ങൾ അത്രമാത്രം കാര്യക്ഷമമായി നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ലീഗൽ സർവീസ് അതോറിറ്റി മുൻപന്തിയിൽ ഇത്തരം കാര്യങ്ങളുമായി രംഗത്തുണ്ട് എന്നുള്ളതാണ് വസ്തുത. തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പ്രവർത്തകർ നേരിൽ കണ്ട അനുഭവങ്ങളെക്കുറിച്ച് തുറന്നു പറയുകയാണ് 24-ലൂടെ. അതിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ലഹരി അതൊരു മനുഷ്യായുസിനെ തന്നെ ഇല്ലാതാക്കുന്നു എന്നത് നിസ്സംശയമാണ്. മദ്യപാനിയായ മകൻ കൊലപ്പെടുത്തുമെന്ന ഭയത്താൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയോടിയ മാതാപിതാക്കൾ, ബന്ധുക്കളാൽ പുറത്താക്കപ്പെട്ടവർ, മാനസിക വിഭ്രാന്തിയിലായവർ, അങ്ങനെ ലഹരി കാരണം തകർന്ന ജീവിതങ്ങളേറെ. അവരിലൂടെ കടന്നുപോവുകയാണ് കുറച്ചു നല്ല മനുഷ്യർ. ഇരകളായവരുടെ പേരും സ്വദേശവും ഒന്നും വെളിപ്പെടുത്തുന്നില്ലെങ്കിലും ലഹരി ഉപയോഗിക്കുന്നവർക്കെല്ലാം ഒരേ മുഖമെന്നുറപ്പ്. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയാണ് ലഹരിക്കടിമപ്പെട്ടവരെ കണ്ടുപിടിച്ച് അവർക്ക് പുതുവഴിയാകുന്നത്. രക്ഷപ്പെടുത്തിയ പലരും ഇന്ന് നല്ല ജീവിതം നയിക്കുന്നു. പലരും അതിന്റെ പാതയിലാണ്. കണക്ഷൻ വിട്ടുപോയ ആൾക്കാരാണല്ലോ അഡിക്ഷൻ ഉള്ളവർ. അവർക്ക് മുന്നിൽ നിൽക്കുന്നത് അമ്മയാണോ അച്ഛനാണോ ബന്ധുക്കളാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ സ്വാഭാവികമായും ആദ്യം ചെയ്യേണ്ടത് അവരുടെ കണക്ഷൻ പുനഃസ്ഥാപിക്കുക. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിക്ക് ഇട്ടിരിക്കുന്ന പേര് റീകണക്റ്റിംഗ് യൂത്ത് എന്ന്. പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇനി എനിക്ക് ഞാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിന് പകരം അവരോടൊപ്പം താങ്ങായി നിന്നുകൊണ്ട് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, ഇനിയുള്ള കാലത്തും അവരെ വേണ്ട രീതിയിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. DLSA പദ്ധതികൾ നടത്തുന്നതെല്ലാം ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് ഉണ്ട് 1987. അത് പ്രകാരമുള്ള അനേകം സ്കീമുകളിലൂടെയാണ് DLSA പദ്ധതികൾ നടത്തുന്നത്. ലഹരിക്കടിമയായി ഒടുവിൽ ലഭിക്കാതായപ്പോൾ മാനസിക വിഭ്രാന്തിയിലായി പിന്നീട് മാലിന്യം ഭക്ഷിച്ച് ജീവിക്കേണ്ടി വന്ന തമിഴ്നാട് സ്വദേശിയെ കൂട്ടത്തിലുള്ളവർ ഓർത്തെടുക്കുന്നുണ്ട്. അങ്ങനെ പല പല ജീവിതാനുഭവങ്ങൾ. ദുബായ് തെരുവിൽ അലഞ്ഞു നടന്നിരുന്നൊരു 41 വയസ്സുകാരനെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ചികിത്സിച്ച്, അതൊരു വീഡിയോയിലൂടെ തെരുവിലിങ്ങനെ കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് ആളെ ബന്ധുക്കളെ കണ്ടെത്തി നാട്ടിൽ കൊണ്ടുവന്ന് ചികിത്സിച്ച് സുഖപ്പെടുത്തി രക്ഷകർത്താക്കളോടുകൂടി ഒപ്പം കുടുംബത്തോടൊപ്പം വിട്ടിട്ടുണ്ട്. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.